പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ താല്പര്യമില്ല പങ്കാളിക്കെന്ന് പറഞ്ഞ് ദമ്പതികൾ വരാറുണ്ട്. അവിടെ നമ്മൾ ഇമോഷണൽ ഇൻറ്റിമസി, സെക്സ് തെറാപ്പിയുടെ സഹായമാണ് ഇമോഷണൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യണം. വൈകാരികമായിട്ട് അടുപ്പമാണ് ശരീരത്തിലോട്ട് എത്തുന്നത്. അവിടെ പരസ്പരമുള്ള വിശ്വാസം, സ്നേഹം, കാഴ്ച, തലോടൽ, ഈ പ്രകടനത്തിലൂടെയുണ്ടാകുന്ന ന്യൂറോ ഹോർമോൺസാണ് അവർക്ക് ആ ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നത്. വൈകാരികമായിട്ടുള്ള അടുപ്പം രണ്ടുപേര് തമ്മിൽ ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതാണ് പലപ്പോഴും മൊബൈലിൽ നോക്കി അതിൻ്റെ ഒരു പരിഹാരമായിട്ട് അവർ ചെയ്യുന്ന രണ്ടുപേരും മൊബൈലിൽ നോക്കി ബന്ധപ്പെടുക. അങ്ങനെയല്ല, ആ ലൈംഗിക ചിന്ത അങ്ങനെയല്ല. ഇമോഷണൽ ഇൻറ്റിമസി, രണ്ട് വ്യക്തികളുള്ള ഒരു മാനസിക പൊരുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരാൾക്ക് ലൈംഗിക വരവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെക്ഷൽ ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്യുകയല്ല വേണ്ടത്. ഇമോഷണൽ ഇൻറ്റിമസി, അതിന് വൈകാരികമായിട്ടുള്ള പരസ്പരമുള്ള വിശ്വാസം, പരസ്പരമുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ ലൈംഗിക അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകണം. അപ്പോൾ നമ്മൾ പൂർവ്വങ്ങളിൽ ഇടപെടുമ്പോഴാണ് ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. അതാണ് അവരെല്ലാം ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി വരുന്നത്. സെക്സ് തെറാപ്പി ഇങ്ങനെ ഈ ലൈംഗികമായിട്ട് പങ്കാളിക്ക് യാതൊരു ചിന്തയുമില്ല, നമ്മൾ ബന്ധപ്പെടാൻ പറഞ്ഞാൽ വേണ്ടാന്ന് പറയും, തിരിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുന്നില്ല, തിരിഞ്ഞു കിടക്കും. ഇതിനൊക്കെ ഇമോഷണൽ ഇൻറ്റിമസി വേണം. അവിടെ സെക്സ് തെറാപ്പി സഹായകമാണ്.